പല നിറങ്ങളിലുള്ള ഒരു വട്ടം കറങ്ങാൻ പാകത്തിൽ ഒരു പലകയിൽ തറച്ചിരിക്കുന്നു. നമുക്കിതൊന്ന് കറക്കി നോക്കാം. ഓരോ തവണ കറങ്ങി നിൽക്കുമ്പോഴും അമ്പടയാളത്തിന് നേരെ വരുന്നത് ഒരേ നിറമാണോ? അല്ലല്ലോ. എങ്കിൽ വട്ടം കറങ്ങി നിൽക്കുമ്പോൾ അമ്പടയാളത്തിന് നേരെ മഞ്ഞ നിറം വരാനുള്ള സാധ്യത എന്തായിരിക്കും? ഈ വട്ടത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. വട്ടം കറങ്ങി നിൽക്കുമ്പോൾ അമ്പടയാളത്തിന് നേരെ ഈ 8 ഭാഗങ്ങളിൽ ഏതും വരാമല്ലോ. ഈ 8 ഭാഗങ്ങളിൽ എത്ര എണ്ണമാണ് മഞ്ഞ നിറത്തിലുള്ളത്? 3 അല്ലേ? അതായത് ആകെയുള്ള 8 ഭാഗങ്ങളിൽ 3 എണ്ണം മഞ്ഞ നിറത്തിലുള്ളവയാണ്. അപ്പോൾ മഞ്ഞ വരാനുള്ള സാധ്യത 3/8 ആയിരിക്കുമല്ലോ. ഇതുപോലെ മറ്റു നിറങ്ങൾ വരാനുള്ള സാധ്യത നിങ്ങൾ കണ്ടെത്തൂ. കട്ടിക്കടലാസിൽ ഒരു ചതുരം വെട്ടിയെടുത്ത് അതിൻ്റെ ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവും എതിർവശത്തിൻ്റെ മൂലകളും ചേർത്ത് ഒരു ത്രികോണം വരക്കുന്നു. ഈ ചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ചുവന്ന ത്രികോണത്തിന് അകത്താകാനുള്ള സാധ്യത എന്തായിരിക്കും? ഈ ത്രികോണത്തിനും ചതുരത്തിനും ഒരേ പാദവും ഒരേ ഉയരവുമല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പകുതിയാണല്ലോ ത്രികോണം. അതായത് ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ 1/2 ഭാഗമാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ്. അതിനാൽ ചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ത്രികോണത്തിന് അകത്താകാനുള്ള സാധ്യത 1/2 ആയിരിക്കുമല്ലോ.